ലൈറ്റ്സ് അപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിളിച്ചിട്ടുള്ള നിലവിൽ കുറച്ച് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിർഡാറ്റ്സിലേക്ക്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റേതായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തോടെ നടത്തുന്ന വിവിധ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് റിസർച്ച് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് പോസ്റ്റ് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് സോഷ്യോളജിയിലോ ഒരു 50% മാർക്കോടെ പാസ്സായിട്ടുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. 29,025 രൂപയാണ് ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്നത്. റിസർച്ച് അസോസിയേറ്റ് അടുത്തതും പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റാറ്റിറ്റിക്സിലും 50% മാർക്കോടെ പാസ്സായിട്ടുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഡെമോഗ്രാഫി, അതായത് റിസർച്ച് അസോസിയേറ്റിൻ്റെ തന്നെ ഡെമോഗ്രാഫി ഒരു അതർ ഇംപ്ലിമെൻറ്റേഷനിൽ അതിലും സെയിം ഇത് തന്നെയാണ്, പോസ്റ്റ് ഗ്രാജുവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ മാത്രമാണ് +2 കാറ്റഗറി ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷേ അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കാട്ടുനായകൻ, ചോലനായകൻ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഉള്ളവർക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് 15,000 രൂപ വേതനത്തോടെ. അടുത്തതായി പ്രീമിയം പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ട്രൈബൽ ലാംഗ്വേജിലേക്ക് മാലായ് പണ്ടാരം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൻ്റെ ട്രൈബൽ ലാംഗ്വേജിലേക്ക് 17,500 വേതനത്തിൽ ഒരു ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള മലയാളത്തിലോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷും മലയാളത്തിൽ ഹിന്ദിയിലോട്ടൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ അറിയാവുന്നവരും ടൈപ്പിംഗ് അറിയാവുന്നവർക്കും, ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് അറിയാവുന്നവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അടുത്ത ഡിജിറ്റലൈസേഷൻ ഓഫ് കിഡ് ആർട്സ് എക്നോളജിക്കൽ മ്യൂസിയം ആൻഡ് റിസർച്ച്, ഇതിലേക്ക് മ്യൂസിയം അസോസിയേറ്റിനെ ആവശ്യമുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെയാണ്. ആന്ത്രോപോളജിയിൽ ഒരു 50% മാർക്കോടെ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 29,025 രൂപയാണ് ഇതിൻ്റെ മാസവേതനം എന്ന് പറയുന്നത്. സെയിം മ്യൂസിക് അതിൻ്റെതെല്ലാം തന്നെ ക്വാളിഫിക്കേഷൻ ഈ വിളിച്ചിരിക്കുന്നതെല്ലാം മ്യൂസിയം അസോസിയേറ്റിൻ്റെ എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ, വിവിധ തരം സ്റ്റാറ്റിറ്റിക്സ്, സോഷ്യോളജി അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടവർ. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് മാത്രമാണ് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ചോദിച്ചിരിക്കുന്നത്. 50% മാർക്കോടെ പാസ്സായിട്ടുള്ള ഒരു ഗ്രിഡ് ഡിഗ്രി. അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 19,980 രൂപയാണ് ഇതിൻ്റെ മാസവേതനം എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസർച്ച് അസിസ്റ്റൻറ്റ്, പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എല്ലാത്തിനും എം എ ആന്ത്രോളജി, സോഷ്യോളജി അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്ക് 30,000 രൂപ വരെ ശമ്പളത്തിൽ കിട്ടാം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ റെസ്യൂം കാര്യങ്ങളെല്ലാം, ഞാൻ ആദ്യമേ തന്നെ റെസ്യൂം തയ്യാറാക്കേണ്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങളൊരു റെസ്യൂം തയ്യാറാക്കി അതിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഡയറക്ടറേറ്റ് ഓഫ് കിഡ് ആർട്സ്, ചേവായൂർ PO, കോഴിക്കോട് എന്ന് പറയുന്ന വിലാസത്തിൽ 29/9/2021 മുൻപായിട്ട് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അവർക്ക് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുക. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.